ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ചക്കപ്പുഴുക്ക് അതല്ലെങ്കിൽ ചക്കക്കൂട്ടാനാണ്. അപ്പോൾ ഞാനിത് അതിനായിട്ട് ഒരു കഷ്ണം ചക്ക ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് കുരുവെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്ത് കഴുകിയെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ചക്കക്കുരു വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4-5 ചക്കക്കുരു കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചക്കക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്കറൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂണ് നല്ല ജീരകവും 4-5 ചെറിയുള്ളിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 4 വിസിൽ വന്നപ്പോഴത്തേനും ചക്കത നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. നല്ലവണ്ണം ഉടച്ച് എടുത്തതിന് ശേഷം ഇതിലോട്ട് അരച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ അത് ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കടുകും കറിവേപ്പിലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനിലോട്ട് ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്